നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞങ്ങളോ വൈദേഹിയും നിന്നോട് എന്ത് ദ്രോഹ ചെയ്തേ? ഇതിനു മാത്രം ഞങ്ങളോട് മേലോട്ടെടുക്കാൻ സമയമായി നിനക്ക് ഇത്ര മാത്രം ശത്രുത? മോളെ വൈദേഹി, ഈ സാരിയിൽ ഈ മുതുകളവി നിന്നെ കത്തിച്ചു കൊല്ലാൻ കെണിയൊരുക്കിയിരിക്കുക. മോൾ ആ സാരി മാറ്റിയേക്ക്. അയ്യോ, നിന്നെ ഞാൻ എങ്ങനെയാ അറിയിക്കുക? എന്റെ കണ്ണീർ തന്നെ കിട്ടൂല്ലോ മോളെ. ഇനി എന്ത് കണ്ണ്, കാണാമറയത്തേക്ക് പോവാൻ പോവല്ലേ? ശരിയാണ് അച്ഛമ്മേ, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഒരു കണ്ണീറും ഉണ്ടാവില്ല. അച്ഛമ്മ ഇനി ഞാൻ ഉണ്ടാവരുതെന്നല്ലേ ആഗ്രഹിക്കുന്നേ? അപ്പൊ നിനക്ക് കാര്യം പിടികിട്ടിയോ? അത് മതി, ചോദിക്കേ, നന്നായി ചോദിക്കേ. ആ കളവെ വിടരുത് മോളെ. പൊന്നു പോലത്തെ നിന്നോട് ഇത്രമാത്രം ശത്രുത എന്താന്ന് ചോദിക്കും മോളെ, ചോദിക്കേ. ഏയ്, എന്ത് തോന്നിയാസീ പറയുന്നേ? നീ ഉണ്ടാവരെന്ന് ഞാൻ എന്തിനാ ആഗ്രഹിക്കണം? അതിപ്പോ പുതുതായിട്ട് ആഗ്രഹിക്കുന്നതൊന്നും അല്ലല്ലോ അച്ഛമ്മേ. പണ്ട് എന്റെ അച്ഛൻ ഒരു ചോര കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അന്നു മുതൽ അച്ഛമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇല്ലാതാക്കണമെന്നായിരുന്നു ആഗ്രഹം. വീട്ടിൽ നിന്ന് എന്നെ അടിച്ച് പുറത്താക്കാൻ പറ്റാവുന്നിടത്തോളം ശ്രമിച്ചതല്ലേ. ഒടുവിൽ ഈ ലോകത്തുനിന്ന് തന്നെ പറഞ്ഞിറക്കാനുള്ള ശ്രമങ്ങളാണല്ലേ. എന്നാലും അച്ഛമ്മയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് അച്ഛമ്മയ്ക്ക് ഇത്രയേറെ വെറുപ്പ്? എന്റെ ജീവൻ പോയാലല്ലാതെ അച്ഛമ്മയ്ക്ക് സമാധാനം കിട്ടില്ലേ? എന്നോടൊപ്പം എന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ കൂടി തുടിക്കുന്നുണ്ട്. ആ കുഞ്ഞച്ഛമ്മയോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്തിനാ അച്ഛമ്മയെ ഞങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്? ഏയ്, എന്തു വേണ്ടാതീനോ നീ പറയുന്നേ? വേറെന്തോ മനസ്സിൽ വെച്ചോണ്ട് എല്ലാ പഴി എന്റെ തല വെക്കാൻ നോക്കുവാ? ഇത് പഴിയല്ല, സത്യം അച്ഛമ്മേ. അച്ഛമ്മയുടെ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് എന്റെ മോള് പറഞ്ഞു തന്ന സത്യം. അതെ, അങ്ങനെ പറ. എനിക്ക് സത്യം അറിയാമെങ്കിലും അത് പറയാൻ കഴിയാതെ കഷ്ടപ്പെടുക. പക്ഷെ ഇവിടെ എനിക്ക് എന്റെ കൊച്ചുമോളുണ്ടടി. അവൾക്ക് അവളെയും അവളുടെ അമ്മയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാം. എന്റെ കൊച്ചുമോള് സാധാരണക്കാരിയല്ല, എല്ലാം അറിയാം. അച്ഛമ്മ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എന്റെ കുഞ്ഞിനോട് പറഞ്ഞു തന്നിരുന്നു അച്ഛമ്മേ. കുഞ്ഞെന്ത് പറയാനാ? വന്ന വഴിക്ക് ചോദിച്ചില്ലായിരുന്നോ എന്റെ മോൾ എന്നോട് സംസാരിക്കാറുണ്ടോ എന്ന്? അത്ഭുത സൃഷ്ടിയെയാണ് വയറ്റിൽ വളർത്തുന്നതെന്ന് ആ അത്ഭുത സൃഷ്ടി പറഞ്ഞതാ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരത്തിൽ ഞങ്ങളെ കൊല്ലാനുള്ളത് എന്തോ വെച്ചിട്ടുണ്ടെന്ന്. അച്ഛമ്മയുടെ വെറുപ്പ് എന്റെ ജീവൻ അവസാനിക്കുന്നതോടെ തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അച്ഛമ്മേ. അയ്യോ മോളെ വൈദേഹി, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഈ മുതുകളവിയുടെ മുഖം പുറത്തു കൊണ്ടുവരുന്നതിന് പകരം നിന്റെ പ്രാണൻ എന്തിനാ അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന മോളെ? ഞാൻ മരിക്കുന്നത് കൊണ്ട് അച്ഛമ്മയ്ക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ റെഡിയാണ് അച്ഛമ്മേ. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ സിന്ദൂരം എടുത്ത് അച്ഛമ്മ തന്നെ എന്റെ നെറ്റിയിലിട്ടതാ. എന്നിട്ട് എന്നെ യാത്ര അയക്കാൻ. എടി പൊട്ടിക്കാളി, ആ സിന്ദൂരത്തിൽ ഒന്നും ഇല്ലടി, എല്ലാം നീ ഉടുത്തിരിക്കുന്ന സാരിയില. നിന്റെ ആഗ്രഹം ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? കത്തിച്ചാമ്പലാവടി. സിന്ദൂരത്തിലൊന്നും അല്ല മോളെ, എല്ലാം നീ ഉടുത്തിരിക്കുന്ന ഈ സാരിയിലോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ. ഇത് എത്രയും പെട്ടെന്നൊന്ന് അഴിച്ചു മാറ്റി മോളെ. ഈ വംശം വേറിട്ട് പോകാതിരിക്കാൻ നമ്മൾ പെടാപ്പാട് പെട്ടതല്ലേ. എത്ര ജീവൻ ത്യജിക്കേണ്ടി വന്നു. ഒടുവിലെല്ലാം നേടിയ ശേഷം ഈ വീടിന്റെ അനന്തരാവകാശിയെ ഈ കള്ളക്കളവിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണോ നീ? നിന്റെ കുഞ്ഞെന്താണോ പറഞ്ഞത്, നീ എന്താണാവോ മനസ്സിലാക്കിയത്? പക്ഷെ എന്റെ കാര്യത്തില് നീ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. നടക്കാൻ പോകുന്നത് ഫംഗ്ഷനാ. അതിന് നീ താഴേക്ക് വരണം. അച്ഛൻ തന്ന വാക്കിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ആ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോഴും താഴേക്ക് പോകുന്നത്. പക്ഷെ എന്റെ ഈ പ്രയത്നം ശത്രുക്കൾക്ക് മനംമാറ്റം ഉണ്ടാക്കണം. അയ്യോ, ഇനിയിപ്പോ ആരെ രക്ഷിക്ക? പരമേശ്വര, എന്റെ ഈ മരുമകളെ, അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ നീ വേണം കാത്തുകൊള്ളാൻ. രക്ഷിക്കണേ മഹാദേവ, എന്റെ വംശത്തെ നീ രക്ഷിക്കണേ. വരുണേ. അമ്മേ, എന്തായി അമ്മേ? എന്റെ മോനെ ഈ അവസ്ഥയിലാക്കി അവരവിടെ ആഘോഷിച്ച് അറമാദിക്കുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലടാ.
പക്ഷെ ഈ ആഘോഷങ്ങൾ ഒടുവിൽ ഈ വീടൊരു ശ്മശാന ഭൂമിയാക്കി മാറ്റാൻ പോവാ. അതിനുള്ളതൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? അതെ, ആ, ഒന്നും വേണ്ട മോനെ. ഇപ്പൊ പറഞ്ഞാലത് ശരിയാവില്ല. എന്നോട് പറയുന്നുണ്ട് എന്താ അമ്മേ? പറയുന്നത് നിന്നോടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ ഭിത്തിക്ക് പോലും ചെവിയുണ്ടാവും. ഈ മുറിക്കകത്തുള്ള കാറ്റിന് പോലും കണ്ണുണ്ടാവും. താഴെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഇപ്രാവശ്യം ഒന്നും പിഴയ്ക്കാൻ പോകുന്നില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. പറഞ്ഞറിയുന്നതിനേക്കാൾ നിനക്കിനി കണ്ട് ആസ്വദിക്കാലോ. അതുവരെ എന്നെ ടെൻഷനിലാക്കണോ അമ്മേ? എന്നാ പിന്നെ രഹസ്യമായിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞേക്ക്. അപ്പൊ ആരും കേൾക്കാൻ പോകുന്നില്ലല്ലോ. കാറ്റിന് പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. കാറ്റെന്ത് പിഴച്ചമ്മേ? നിന്റെ വല്യച്ഛന്റെ ആത്മാവിട. പയ്യെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അയാള് കേക്കും. എന്നിട്ടത് വൈദേഹിയുടെ അടുത്ത് എത്തിക്കേണ്ട വിധം എത്തിക്കുകയും ചെയ്യും. അതോടെ ഈ പ്ലാനും കൊട്ടിച്ചോറാവും. ഇത് നമുക്ക് കിട്ടിയ അവസാനത്തെ അവസരം. നിന്നെ തള്ളി താഴേട്ട പോലെ നിന്റെ വല്യച്ഛൻ എന്നെയും കൊന്നുകളയും. അപ്പൊ നിന്റെ തൊട്ടടുത്ത് മറ്റൊരു വീൽചെയറിൽ ഞാനും കൂടി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ വേണ്ട. എന്താ അമ്മ ഇത്? ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തിയല്ലേ, എന്നിട്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിഞ്ഞാലല്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവസാനം എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ പ്ലാൻ എന്നുള്ളത് എങ്ങനെയെങ്കിലും എന്നോട് പറ. അതൊന്നും വേണ്ട മോനെ. അമ്മ പ്രതികാരം ചെയ്താ മകൻ ചെയ്തതിന് തുല്യം തന്നെയാ. എന്നാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. കാണാനിരിക്കുന്ന പോരും പറഞ്ഞറിയിക്കണോ? ശത്രുക്കള് കൺമുന്നിൽ നിലംപതിക്കുന്നത് കാണുന്നതിനേക്കാളും വലിയ ആസ്വാദനം മറ്റെന്താടാ ഉള്ളേ? നീ എന്റെ കൂടെ വാ. അമ്മേ അമ്മേ നിക്കമ്മേ, ഒരു മിനിറ്റ്. എന്താടാ? കസേരയിൽ അനങ്ങാൻ പോലും വയ്യാത്ത എന്നെ ഒരു തേള് വന്ന് കടിക്കാൻ നോക്കിയിരുന്നു അമ്മേ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കൊത്തിയിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ മരിച്ചേനെ. പക്ഷേ വൈദേഹി എന്നെ രക്ഷിച്ചത്. രക്ഷിച്ചെന്നോ? ഹ, ഇപ്പൊ മനസ്സിലായി. നീ ജീവനോടെ ഉണ്ടെങ്കിലും അനങ്ങാൻ പറ്റാത്ത നിന്നെ കൊണ്ട് അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ലെന്നുള്ള ധൈര്യം അത്. അല്ലായിരുന്നെങ്കി 100 തേളിനെ കൊണ്ടുവന്ന് അവള് നിന്റെ മേത്തോട്ട് ഇട്ടേനെ. ഇല്ലമ്മേ, എന്റെ വയ്യായിക മാറണോന്ന് പറഞ്ഞ് ഒരു വൈദ്യരെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കാണിച്ചിരുന്നു അമ്മേ. അപ്പൊ പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നേ? ഇനി മതി അമ്മേ, നമുക്ക് നിർത്താം. എടാ, എന്താടാ നിനക്ക് പറ്റി? എന്താ പറയുന്നെന്ന് അറിഞ്ഞോണ്ടാണോ? ഈ അവസ്ഥയിലിരിക്കുന്ന നിന്നെ അവളൊന്ന് സഹായിച്ചെന്ന് കരുതി ഉടനെ അവളുടെ പക്ഷത്തേക്ക് ചെരിയാൻ നോക്കൂ. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളല്ലേ നീ? അമ്മയോട് മാറാനാ ഞാൻ പറഞ്ഞത്. ഭ്രാന്ത് മൂത്തിരിക്കും നിനക്ക്. ദശരഥ രാമവർമ്മയുടെ കുടുംബത്തെ നാമാവശേഷമാക്കണമെന്ന് എന്നേ കരുതിയതാ. അതെനിക്ക് നടത്തിയേ തീരൂ. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത ഉണ്ടാവരുത്. അമ്മേ, ഞാൻ ആലോചിക്കുന്നത് നമ്മളെക്കുറിച്ചും കൂടിയാ. എന്ത് വെട്ടിപ്പിടിക്കാനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേ? മനസ്സിലാവുന്നില്ല അമ്മേ. മതിയടാ, നീ നിർത്തുന്നുണ്ടോ? 4 ദിവസം ചക്രക്കസേരയിൽ ഇരുന്നപ്പോ മനസ്സിലുണ്ടായിരുന്ന പകയൊക്കെ പോയോ? നാളെ വീണ്ടും എഴുന്നേറ്റ് നടക്കേണ്ടി വരുമ്പോ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ നിന്റെ മനസ്സിലെ ചിന്തകളൊക്കെ താൽക്കാലികമാണ്. അതിന്റെ മുമ്പിൽ അടിയറവ് പറയരുത്. അതല്ല ഇനി അമ്മേ. നീ എന്നോടൊന്നും പറയണ്ട. നീ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളത് മറക്കണ്ട. ഞാൻ ഒന്നിനും വിടില്ല. സമയം ആകട്ടെ വരണേ, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അതുവരെ ഈ മുറിക്കകത്ത് അടങ്ങിയിരുന്നു. അമ്മേ 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 നിക്കമ്മേ. ശ്ശേ. നിന്റെ കുഞ്ഞെന്താണോ പറഞ്ഞത്, നീ എന്താണാവോ മനസ്സിലാക്കിയത്? പക്ഷെ എന്റെ കാര്യത്തില് നീ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. നടക്കാൻ പോകുന്നത് ഫംഗ്ഷനാ. അതിന് നീ താഴേക്ക് വരണം. വൈദേഹി, നീ എന്തേ കാണിച്ചേ? നീ ഇപ്പൊ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന സാരി ഉടുത്തോളാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഞാൻ തന്ന സാരി ഉടുത്തിരിക്കുന്നേ? താഴെ അവരെല്ലാരും നീ ആ സാരി ഉടുത്തോണ്ട് വരുന്നത് കാണാൻ വേണ്ടി ഇരിക്കുക. ആ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇതേ സാരി തന്നെയാ. അതിനിത് ഞാൻ വാങ്ങിച്ച സാരിയല്ലേ വൈദേഹി? എന്നെ മനസ്സിലാക്കിയ ദേവേട്ടനും എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനും അമ്മയും ഒരേ നിറത്തിലുള്ള സാരിയാ വാങ്ങിച്ചു തന്നെ. ഇത് അവര് വാങ്ങിച്ചു തന്ന സാരിയാ. എനിക്ക് ശരിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വാങ്ങിച്ചതുപോലെ തന്നെയുണ്ട്. യാതൊരു വ്യത്യാസമില്ല എന്ന് പറയാം. എന്നെ ഇത്
ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചെന്ന സാരി ഉടുത്ത പോലൊരു ഫീലിംഗ്. എനിക്കൊത്തിരി സന്തോഷമായി വൈദേഹി. എനിക്കും അതിന്റെ രണ്ടിരട്ടിയാ ദേവേട്ട. എന്റെ ദേവേട്ടനും എന്റെ വളർത്തിയ അച്ഛനും അമ്മയും രണ്ടുപേരും എന്റെ കാര്യത്തിൽ ഒരേപോലെ ചിന്തിക്കുന്നു എന്നുള്ള സന്തോഷം. ദേവേട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എന്റെ ഇഷ്ടങ്ങൾക്കും എന്റെ ചിന്തകൾക്കും ദേവേട്ടൻ വില നൽകുന്ന എനിക്കറിയാം. അത് പറയാനുണ്ടോ? നിന്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദേവേട്ട, അത് ദേവേട്ടനറിയാതെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ എന്നോട് ക്ഷമിക്കല്ലോ അല്ലേ? നീ തെറ്റ് ചെയ്യാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തിനിപ്പ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കാര്യമുണ്ട് ദേവേട്ട. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി. വൈദേഹി, നിനക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞാണേ സത്യം. നിനക്ക് തെറ്റ് ചെയ്യാനേ ആവില്ല. ഇപ്പൊ ഇവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നേ. നമ്മുടെ കുഞ്ഞ് ഈ ലോകത്ത് വന്ന് എല്ലാവരെയും കാണുമ്പോഴേക്കും ശത്രുക്കൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണല്ലോ അച്ഛന്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നേ. എന്നിട്ടും എന്തിനാ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു പേടി? ഇനി നമ്മൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട വൈദേഹി. ആ വിശ്വാസത്തിലാ ഞാൻ എന്റെ ജീവനും എന്റെ കുഞ്ഞിന്റെ ജീവനും പണയം വെച്ചുകൊണ്ട് ആ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് പോകുന്നത്. ചതിയൊരുക്കിയ ശത്രുക്കളുടെ മനസ്സ് മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. നീ എന്താ നിന്ന് ആലോചിക്കുന്നേ? ദേ, ഇനി വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഇനി ഈ കുടുംബത്തിൽ നല്ലത് മാത്രമേ നടക്കൂ. അങ്ങനെ വിശ്വസിക്കേ. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നിഷ്പ്രയാസം നേരിട്ടവളാ. എന്നിട്ടിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലിട്ട് നീ എന്തിനെ പേടിക്കുന്നേ? വിനയ, വിനയ, എടാ വിനയ, ഞാൻ പറയുന്ന കേക്കടാ. എന്നെ ഒന്ന് താഴേക്ക് കൊണ്ടുപോടാ. എന്റെ അമ്മ അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. വിനയ, പ്ലീസ് ടാ, ഞാൻ പറയുന്ന കേക്ക്. അമ്മയും ഒരിടത്ത് ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് എനിക്ക് നല്ലോണം അറിയാം. ഫംഗ്ഷൻ കഴിയണവരെ അവിടെ ഇരുന്നാ മതി. വിനയ, വിനയ, എടാ പറയുന്ന കേക്ക്. അങ്ങനെയല്ല. എടാ വിനയ. ആ, ഇതുവരെ പുറപ്പെട്ടില്ലേ? പെട്ടെന്ന് ഇറങ്ങ, ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി കേട്ടോ. യാ 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 ഹാ ഹാ ഷുവർ ഷുവർ. യാ യാ ഫൈൻ ഫൈൻ. ശരി, ഓക്കെ, ബൈ. ഊർമിളെ, എന്താ ചെറിയമ്മേ കാര്യം? എത്ര നാളായി വല്ലതും പറഞ്ഞിട്ട്? മനസ്സിലുള്ളതെല്ലാം പുറത്തോട്ടിട്. ഡെക്കറേഷനൊക്കെ വളരെ നന്നായിരിക്കുന്നു. വൈദേഹിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? എന്നും ചെറിയമ്മയെ പോലെ ചതിയും വഞ്ചനയായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ചതിയോ? എന്ത് ചതി ഊർമിളെ? കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയത്. ഇപ്പൊ ദേ ഫംഗ്ഷൻ തുടങ്ങാറായപ്പോ കൃത്യം കേറി വന്നിരിക്കുന്നു. അപ്പൊ ഈ ഗ്യാപ്പില് എന്തോ സ്ട്രോങ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത്രയെങ്കിലും ചെയ്യാതെ ചെറിയമ്മ തിരിച്ചു വരുമോ? എന്നുവെച്ചാ 2 ദിവസം വീട്ടിലില്ലാതായപ്പോ വല്ലവരെയും കുഴിച്ചടിക്കാൻ പോയതാണെന്നാണോ കരുതിയേ? എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? പണിയോ? ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. ഫ്രാങ്ക് ആയിട്ട് കാര്യം പറ. ഈ ആസ്തി എങ്ങനെ അടിച്ചു മാറ്റാം, ഈ കുടുംബത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള ചിന്തയല്ലാണ്ട് ചെറിയമ്മയ്ക്ക് വേറൊരു പണിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മോനാണെങ്കിൽ കാലും കൈയും അനങ്ങാതെ ചക്രക്കസേര കയറി ഇരിപ്പല്ലേ. ഇങ്ങനൊരവസ്ഥയില് കൂടെ നിന്ന് മോനെ പൊന്നുപോലെ നോക്കുന്നതിന് പകരം അവനെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയ ആളാ. നിങ്ങളൊക്കെ എന്തൊരമ്മ. പറ, എന്താ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്? വെറുതെ തോന്നിവാസം പറയരുത്. ഞാൻ എന്ത് ചെയ്യുന്നാ? നിങ്ങളെക്കാളും പഠിച്ച കള്ളിയായിരുന്നു ഞാൻ. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയില്ലേ. ഒരു കാര്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാ. നിങ്ങൾ എന്ത് ചെയ്താലും അത് തിരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഫലിക്കും. തൽക്കാലം ഈ വീട്ടിലും അതേ കോൺസെപ്റ്റാ നടക്കുന്നത്. കിട്ടുന്നത് കിട്ടുന്ന പടി തിരിച്ചു കൊടുത്തേക്കും. അത് നല്ലതായാലും ചീത്തയായാലും. ചെറിയമ്മേ, ഇതിന്റെ പേരിൽ ഇപ്പോ കുറച്ചൊന്നും അല്ലല്ലോ അനുഭവിച്ചിരിക്കുന്നെ. എന്നിട്ടും ഇതുവരെ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ. എന്നത്തെയും പോലെയല്ല. ഇപ്രാവശ്യം എന്തെങ്കിലും മലമറിക്കാമെന്ന വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എന്തുകൊണ്ടാണെന്നോ? വൈദേഹിക്ക് തുണയായിട്ട് വീട്ടിലുള്ള ഞങ്ങള് മാത്രമല്ല, വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് നേരത്തെ അറിയിക്കുന്ന അവളുടെ കുഞ്ഞുണ്ട്. ആപത്ത് സൃഷ്ടിക്കാൻ കാത്തിരിക്കുന്നവരുടെ അടിവേരിളക്കി ആളെ ഇല്ലായ്മ ചെയ്യാൻ അമ്മാവന്റെ ആത്മാവും ഉണ്ട്. ആർക്കറിയാം, ചിലപ്പോ അച്ഛൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കും.
ദേ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. പേടിച്ചു പോയല്ലേ ചെറിയമ്മേ? ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചുകൊണ്ട് എന്ത് വിട്ടിത്തോ കാണിക്കാൻ പോകുന്നു? വെറുതെ ഓരോ പരാക്രമണങ്ങള്. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒടുവില് വൈദേഹി പൊന്നു പോലൊരു കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അതില് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇടയ്ക്ക് ഇവിടെ നിന്നൊരു ശല്യം എന്തിനാന്ന് വെച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഞാൻ ഇവിടെ ഒരു ശല്യം ഉണ്ടാക്കാൻ പോകുന്നില്ല. വെറുതെ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണമെന്ന് എനിക്കും തോന്നും. ഇങ്ങോട്ട് വന്നേ ഫോട്ടോഗ്രാഫറെ, ഇങ്ങോട്ട് വന്നേ. പറയൂ മാഡം. അല്ല ഇതെന്താ ഇവിടെ ഒരു അമ്മായിയമ്മയും മരുമോളും കൂടി സംസാരിക്കുമ്പോ കണ്ട ബാബു ഇല്ലാണ്ട് പോയാൽ എങ്ങനെയാ? ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തേ. ആയിക്കോട്ടെ മാഡം. എന്താ ചെറിയമ്മേ, വല്ലാത്തൊരു സ്നേഹപ്രകടനം. ഇന്ന് തോന്നുന്ന ദേഷ്യം ചിലപ്പോ നാളെ ഇല്ലെങ്കിലോ? ഓർമ്മയ്ക്ക് ചിലതൊക്കെ സൂക്ഷിക്കണ്ടേ? ഓ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങളെ എല്ലാരെയും അങ്ങ് തീർക്കാൻ പോവാണെന്ന് തോന്നുമല്ലോ. വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്. നീ വെറുതെ എന്റെ വായിൽ കൈയിട്ട് ഇളക്കിയിട്ട് ഒരു കാര്യമില്ല. ഊർമിളെ, എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട നിനക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ. ഫോട്ടോഗ്രാഫറെ ഫോട്ടോ എടുക്ക്. റെഡി മാഡം. ഉം. ഇതെന്താ ഈ ക്യാമറയിൽ ഫ്ലാഷ് ഒന്നും വരില്ലേ? ഇവിടെ നല്ല ലൈറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് മാം ഓൺ ചെയ്യാഞ്ഞേ. ഫ്ലാഷ് ഓൺ ചെയ്താലേ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റൂ. അപ്പോഴേ മുഖത്ത് നല്ല നിറം തോന്നിക്കോളൂ. ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് എടുത്താ മതി. ഓക്കെ മാഡം. എന്താ ചെറിയമ്മേ ഫ്ലാഷിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നത്? ഇത്രേ ഉള്ളോ? ഇനി ഫ്ലാഷ് വരില്ലേ? ദേ നോക്കിക്കേ, ഇനി എടുക്കുന്ന ഓരോ ഫോട്ടോയും ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് എടുക്കാവൂ. മറക്കരുത്, ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് എടുക്കാവൂ. എന്നാലേ ഫോട്ടോ നന്നാവൂ. എന്താ ചെറിയമ്മേ ഈ ഫ്ലാഷിന്റെ കാര്യത്തിൽ ചെറിയമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഫോട്ടോഗ്രാഫർക്ക് അറിയില്ലേ? ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഫംഗ്ഷന്റെ ഫോട്ടോസ് അല്ലേ, നന്നാവണമെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അതിൽ നിനക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയാൽ എന്ത് ചെയ്യാനാ? നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാം തെറ്റാ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ എനിക്ക് പ്രാന്ത് പിടിക്കും. ഊർമിള, എന്താ സുഹാസിനി ചെറുമയായിട്ട് എന്താ പറയുന്നത്? അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടാ ചേട്ടാ, പക്ഷെ അതെന്താന്ന് മനസ്സിലാവുന്നില്ല. എന്ത് പ്ലാൻ ചെയ്താലെന്താ? അത് നേരെ തിരിഞ്ഞു വലിക്കുന്നവർക്ക് അറിയില്ലേ? അതെന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. എന്നാലല്ലേ അത് നമുക്ക് തിരിച്ചയക്കാൻ പറ്റൂ. ഫോട്ടോ നന്നായിട്ട് എടുക്കാൻ പറയുന്നു, ഫ്ലാഷ് ഓൺ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നു. എന്തായിരിക്കും കാര്യം? എന്തെങ്കിലും ആവട്ടെ, ചെറിയമ്മയുടെ കാര്യം അച്ഛൻ നോക്കിക്കോളും. നീ എന്തിനാ പേടിക്കുന്നേ? ചെറിയമ്മ എന്ത് പണിയാ ഒപ്പിച്ചിരിക്കുന്നത്? ഫ്ലാഷിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം? അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നടക്കുന്നതെല്ലാം നല്ലതാണെന്ന വിശ്വാസത്തോടു കൂടിയാ മരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഫലം എന്തായിരിക്കുന്നു കാലം നിർണയിക്കട്ടെ. എല്ലാവരുടെ മുഖത്ത് എന്തൊരു ചിരിയാന്ന് നോക്കണേ. കുറച്ചു നേരം കഴിയട്ടെ, കരിഞ്ഞ് കരിവാളിച്ചോളും. വൈദേഹി താഴേക്ക് വരട്ടെ. ഫോട്ടോക്കാരൻ ഫ്ലാഷ് അടിക്കുമ്പോ അവള് നിന്ന് കത്തും. അപ്പോ ഈ ചിരിക്കുന്ന മുഖങ്ങൾ കരിവാളിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാം. ഊർമിളെ, വൈദേഹി റെഡിയായി കഴിഞ്ഞോ? ആ, റെഡിയായി കഴിഞ്ഞു. ദേവനും ഇപ്പൊ അവിടെ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. ചെന്ന് വിളിച്ചോണ്ട് വരട്ടെ. ചെല്ലുമോളെ. പക്ഷെ ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ദുർമുഹൂർത്ത, അത് കഴിഞ്ഞിട്ട് വന്നാ മതി. ശരി അമ്മേ. ഇന്നേത് മുഹൂർത്താണെങ്കിലും വൈദേഹിക്ക് ഇത് ദുർമുഹൂർത്തം തന്നെയാ. അതൊന്നും ഇവരെ അറിയുന്നില്ലല്ലോ. നിക്ക് 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 നിക്ക്. വൈദേഹി, നല്ല രസമുണ്ട് കാണാൻ. നിന്റെ അച്ഛൻ കൊണ്ടുവന്ന സാരിയും നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് ഇവിടെ തന്നെ നിന്നോ. ദുർമുഹൂർത്തം ആണത്രേ. അത് കഴിയുന്നത് വരെ രണ്ടാളും അവിടെ ഇരുന്ന് സൊറ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ വിളിക്കുമ്പോ താഴോട്ട് വാ. ശരി അടുത്തി. വൈദേഹി വാ.
ഇനി ഒരു 10 മിനിറ്റ് അല്ലേ, നീ അവിടെ ഇരിക്കും. ദുർമുഹൂർത്തത്തിന്റെ പേരില് അപകടം 10 നിമിഷത്തേക്ക് മാറി. പക്ഷേ താഴെ കറങ്ങിയ നിനക്ക് അപകട. അത് നിന്നോട് ആരാ മോളെ ഒന്ന് പറഞ്ഞു തരാ? അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞാവേ, മോളെ കുഞ്ഞാവേ, കുഞ്ഞാവേ, നിന്റെ അമ്മയോട് ഈ അപകടത്തിന്റെ കാര്യം പറയാന്ന് വെച്ചാ അതിനുള്ള ശക്തി എനിക്കില്ല. നീയെങ്കിലും ഒന്ന് പറ മോളെ, പറ കുഞ്ഞാവേ, അപകടാന്ന് പറ. അതെനിക്ക് അറിയാം അച്ചാച്ച, പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗണപതിയുടെ വിഗ്രഹം അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഗണപതിയുടെ വിഗ്രഹം എവിടെയാ? ദേവാ, മോനെ ദേവാ, വൈദേഹിയെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോടാ. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് എല്ലാത്തിനും ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോടാ. അവിടെ ചെല്ലുകയാണെങ്കിൽ കുഞ്ഞാവയ്ക്കുള്ള സത്യം പറയാനും പറ്റും. അയ്യോ, ഞാൻ പറയുന്നത് ഇവർക്കാർക്കും കേൾക്കുന്നുമില്ല. എന്റെ വിഘ്നേശ്വര, നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ വിഗ്രഹം എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞാ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നല്ലോ.